ഈ ഒരു വീഡിയോയിൽ ബേസിക്കായിട്ട് എന്താണ് മെറ്റാട്രേഡർ, എന്താണ് മെറ്റാട്രേഡർ 5ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ്, മെറ്റാട്രേഡർ 5ൽ എങ്ങനെ ഒരു അക്കൗണ്ട് ലിങ്ക് ചെയ്യണം, അതുകൂടാതെ ഒരു ഡെമോ അക്കൗണ്ട് എങ്ങനെ കണക്ട് ചെയ്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രേഡ് നമുക്ക് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൻഡ്രോയിഡിലെ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിവൈസ്, ഇപ്പോൾ iOS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്യുവാണെങ്കിലും ഇൻ്റർഫേസിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇൻ്റർഫേസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. നമുക്ക് ഇവിടെ ചാർട്ടിൻ്റെയും ട്രേഡിൻ്റെയും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അക്കൗണ്ട് കണക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. ഫസ്റ്റ് ഈ ഒരു ഏറ്റവും ടോപ്പിലുള്ള ലോഗിൻ ടു ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഓർ ഓപ്പൺ ഡെമോ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ടോപ്പിൽ. ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ബ്രോക്കറിലുള്ള അക്കൗണ്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഡെമോ അക്കൗണ്ട് മെറ്റാകോഡ്സിൻ്റെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പം ബ്രോക്കറിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ലേറ്റർ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കറൻ്റ്ലി നമ്മളൊരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട സെർവർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു ബ്രോക്കർ സെർച്ച് ചെയ്യുന്നിടത്ത് നമ്മൾ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ അത് നമ്മൾ സെർച്ച് ചെയ്യാം. ഇവിടെ മെറ്റാകോഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ MT5ൻ്റെ തന്നെ സെർവറാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എ ഡെമോ അക്കൗണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ഡെമോ അക്കൗണ്ടിൻ്റെ ക്രെഡൻഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പം നമ്മുടെ ബ്രോക്കർ സെലക്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലോഗിൻ ID കിട്ടും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പാസ്വേഡ് ഉണ്ട്, കൂടാതെ ഒരു സെർവറും ഉണ്ട്. ഈ 3 ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അക്കൗണ്ടും മെറ്റാട്രേഡറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഡെമോ ആണെങ്കിലും റിയൽ അക്കൗണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ഡെമോ ആണെങ്കിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡൻഷ്യൽസ് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന സെർവർ മെറ്റാകോഡ്സിൻ്റെ മാറ്റിയിട്ട് നമ്മുടെ ഏതാണോ ഡെമോ അക്കൗണ്ടിൻ്റെ സെർവർ ഉള്ളത് അതിൽ വേണം കണക്ട് ചെയ്യാൻ. ഇപ്പം ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അവിടെ ബേസിക്കായിട്ട് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ നെയിമാണ്, ഫോൺ നമ്പർ, ഇമെയിൽ ID. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് മെറ്റാകോഡ്സ് ഡെമോ ആണ്, USD ആണ് കറൻസി ഉള്ളത്. ലിവറേജ് നമുക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 1:100 വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1:100 വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് $25,000 ആണ്. അതിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് എപ്പോഴും വെക്കുന്നതാണ് ബെറ്റർ. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 3,000 ആണ്. അപ്പോൾ 3,000 വെച്ചാൽ മതി. അല്ലെങ്കിൽ കൂട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി വേണമെങ്കിലും വെക്കാം. 3,000 സെലക്ട് ചെയ്യുവാണ്. ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ച് ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടി അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡണ്ണ് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി അക്കൗണ്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തിലാണ് നമുക്ക് കറൻസീസ് ഒക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് മേജറും മൈനറും എക്സോട്ടിക്കും ആയിട്ടുള്ള കറൻസി പെയർസ് ഒക്കെ സെർച്ച് ചെയ്യാം. കമ്മോഡിറ്റീസ് ആണെങ്കിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ യൂറോ USD വേണോ, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോറക്സ് വേണോ, മെറ്റൽസ് വേണോ, ഇൻഡെക്സ് വേണോ എല്ലാം കാണാൻ പറ്റും. എഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഏതെങ്കിലും നമുക്ക് കറൻസി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഓർഡർ മാറ്റാൻ പറ്റും. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ട കറൻസി അത് ക്ലിക്ക് ചെയ്യുക, ചാർട്ട് എടുക്കുക. ഈ ഒരു കറൻസിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണും. പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ ആ കറൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് എങ്ങനെയാണ്, നമ്മുടെ ചാർട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ മെറ്റാട്രേഡറിൽ ചെയ്തിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു മെറ്റാട്രേഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടൈം ഫ്രെയിം മാറ്റാൻ പറ്റും. ടൈം ഫ്രെയിം നമുക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം ചൂസ് ചെയ്യാം. അല്ലാതെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സോ നമുക്ക് ചാർട്ട് അനാലിസിസോ ഒന്നും ഇവിടെ ചെയ്യാത്തത് കൊണ്ട് തന്നെ വേറെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്പോട്ടിൽ, അതായത് മാർക്കറ്റ് എൻട്രി, ഒരു ക്വിക്ക് സ്കാൽപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. അതായത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും ഇല്ലാതെ തന്നെ കറണ്ട് പ്രൈസിൽ ലോട്ട് സൈസ് മാത്രം എൻ്റർ ചെയ്തിട്ട് ബൈയും സെല്ലും കൊടുക്കുന്ന ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ. നമുക്കിതൊരു ഓപ്ഷൻ അല്ല വേണ്ടത്. നമ്മൾ SMC യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് ലിമിറ്റ് ഓർഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് SLM TP ഒന്നും ഇല്ലാതെ നമ്മളിപ്പം ബൈ അല്ലെങ്കിൽ സെല്ല് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കറൻ്റ്ലി
0.1 ലോട്ടിൽ ഞാനിവിടെ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ വട്ടം ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് കൊടുക്കണം. ഇനി ബൈ കൊടുക്കുവാണെങ്കിൽ ഓൾറെഡി ഈ ഒരു കറണ്ട് പ്രൈസ്, അതായത് മാർക്കറ്റിൽ കറണ്ട് പ്രൈസ് ഏതിലാണോ നിൽക്കുന്നത് ആ ഒരു പ്രൈസിലായിരിക്കും എൻ്റെ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ഓൾറെഡി എൻ്റെ ഒരു എൻട്രി അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഈ ഒരു ട്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ എത്രയാണ് ബാലൻസ്, മാർജിൻ എത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എത്ര ഫ്രീ മാർജിൻ അവൈലബിൾ ആണ്, അതുകൂടാതെ ഇതിൽ എത്രയാണ് ബാക്കി ഡീറ്റെയിൽസ്, എവിടെയാണ് ബൈ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. എത്രയാണ് കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലോസിൽ എനിക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ഈ ഒരു ഓർഡറിൽ ഇപ്പം ബൈ എന്ന് പറയുന്ന ഈ ഒരു ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ മാനുവലായിട്ട് SLM ടാർഗറ്റും ഒക്കെ വെക്കാൻ പറ്റും. അപ്പം ഈ ഒരു ലൈൻ ട്രാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് കാണാൻ പറ്റും $5.63 എനിക്കിവിടെ ലോസ് വരുന്നത്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ എനിക്ക് $5.63 ലോസ് ആവും. പ്രോഫിറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയാണോ ടാർഗറ്റ് വെക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ മോഡിഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ മാർക്കറ്റ് പ്രൈസിൽ എൻ്റർ ചെയ്ത ആ ഒരു ഓർഡറിൽ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മാനുവലി വെച്ചു. ഇനി ഈ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഈ സ്ഥലത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് മാനുവലി ക്ലോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ട്രേഡ് റൺ ആവണമെങ്കിൽ റൺ ആവും. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. എത്ര ലോട്ട് സൈസിൽ വാങ്ങിച്ചു, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് മിനിമൈസ് ആവും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആഡ് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈൻ വരും. ഈ ഒരു ചാർട്ടല്ല, വേറെ ഒരു ചാർട്ടിൽ കാണിച്ചു തരാം. യൂറോ US$ എന്ന് പറയുന്ന കറൻസി പെയറിൽ നമ്മൾ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ് പ്രൈസ് ഇവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ബൈ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിമിറ്റ്, ബൈ ലിമിറ്റ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം ബൈ ലിമിറ്റാണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് കറണ്ട് പ്രൈസിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു പ്രൈസിലേക്ക് ഞാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും എനിക്കൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് എപ്പോഴാണോ ആ ഒരു പ്രൈസിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു ഓർഡർ ട്രിഗർ ആവത്തുള്ളൂ. സ്റ്റോപ്പ് ലോസ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം, ടാർഗറ്റ് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ആരോ കാണാൻ പറ്റും. ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോട്ട് സൈസ് എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇവിടെ ആണെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ബൈ ലിമിറ്റ് വേണോ, സെൽ ലിമിറ്റ് വേണോ, ബൈ സ്റ്റോപ്പ് വേണോ, സെൽ സ്റ്റോപ്പ് വേണോ, ഇൻസ്റ്റൻറ്റ് വേണോ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. വൺസ് നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ബൈ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് താഴെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ കറക്റ്റായിട്ടാണോ വെച്ചേക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ വൺസ് നമ്മൾ ബൈ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് സ്റ്റോപ്പ് ലോസ് ഒക്കെ കറണ്ട് പ്രൈസിൻ്റെ താഴെ വെച്ചതിന് ശേഷം ഇത് സെൽ ലിമിറ്റ് ആക്കുകയാണെങ്കിൽ ചിലപ്പം മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണത്തില്ലായിരിക്കും. അപ്പം നമ്മളിവിടെ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്ലേസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലോട്ട് സൈസിൽ ഇവിടെ എൻട്രി പ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ട്രിഗർ ആയിട്ടില്ല. പ്രൈസ് എപ്പോഴാണോ ഈ ഒരു ലിമിറ്റ് ഓർഡറിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ഓർഡർ ട്രിഗർ ആവത്തുള്ളൂ. ഇനിയും നമുക്ക് ഈ ഒരു ഓർഡർ എപ്പോഴെങ്കിലും ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ട്രിഗർ ആവുന്നതിന് മുന്നേ തന്നെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഞെക്കുവാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. ഇനിയും ഈ ഒരു ലിമിറ്റ് ഓർഡർ, ബൈ ലിമിറ്റ് ഓർഡർ ഓൾറെഡി കറണ്ട് പ്രൈസിന് മുകളിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെൽ ലിമിറ്റ് ആവും. കണ്ടോ, ബൈ ലിമിറ്റ് കറണ്ട് പ്രൈസിൻ്റെ താഴേക്ക്, സെൽ ലിമിറ്റ് മുകളിലേക്കാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേ ആവും. ഇനിയും ബൈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കറണ്ട് പ്രൈസിന് മുകളിൽ എവിടെ ബൈ ചെയ്യണമെങ്കിലും ബൈ സ്റ്റോപ്പ് യൂസ് ചെയ്യാം. അത് ഞാൻ കറണ്ട് പ്രൈസിൻ്റെ താഴേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൽ സ്റ്റോപ്പ് ആവും. ആ ലൈനിൻ്റെ കളറിന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യും കാണാൻ പറ്റും, സൈഡിൽ എഴുതുന്നതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷനും ലിമിറ്റ് ഓർഡേഴ്സും ആണ് മെയിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓർഡേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനിയും നമുക്ക് ഓൾറെഡി ഇനിയും വേറെ ഒരു അക്കൗണ്ട് കണക്ട് ചെയ്യണം. അതായത്
നമുക്ക് വേറെ ഒരു ബ്രോക്കറിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഡെമോ ആണല്ലോ ചെയ്തത്. അപ്പോൾ നമ്മുടെ റിയൽ അക്കൗണ്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. മാനേജ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കർ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ആ ലോഗിൻ ക്രെഡൻഷ്യൽസ്, ലോഗിൻ ID, പാസ്വേഡ്, സെർവർ ഡീറ്റെയിൽസ് ഇത് 3 കൊടുത്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കായിട്ട് മെറ്റാട്രേഡറിൻ്റെ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ അറിഞ്ഞിരിക്കേണ്ടത്.